എല്ലാ തുലാക്കൂറുകാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ പഠനം, ജോലി, ബിസിനസ്, സമ്പത്ത്, വസ്തുവകകൾ, കുടുംബം, ആരോഗ്യം, പൊതുവെയുള്ള ഗുണദോഷങ്ങൾ, പരിഹാരങ്ങൾ എന്നീ രീതിയിലാണ് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമന്റുകൾ, നിർദ്ദേശങ്ങൾ താഴെ നൽകുക. വിദ്യാർത്ഥികൾക്ക് സ്വദേശത്തോ വിദേശത്തോ നല്ല രീതിയിലുള്ള പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ്, അതുപോലെ തന്നെ അക്കൗണ്ടൻസ്, മാത്തമാറ്റിക്സ്, യുക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ, മീഡിയ, ജേർണലിസം തുടങ്ങിയ മേഖലകളിലൊക്കെ ഉപരിപഠനമോ സ്കിൽഫുൾ ആയിട്ടുള്ള കോഴ്സുകളോ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു വർഷം തന്നെയാണ്. സ്വദേശത്തോ വിദേശത്തോ നല്ല കോഴ്സുകൾക്ക് ചേർന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ജോലി സംബന്ധമായിട്ട് വളരെ നല്ല ഒരു കരിയർ തീർച്ചയായിട്ടും തുലാക്കൂറുകാർക്ക് ഉണ്ടാകും. 10ാം ഭാവത്തിലെ വ്യാഴം വർഷാരംഭത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ കർമ്മമേഖല വികസിപ്പിക്കുന്നതിന് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാക്കിത്തരുന്നതാണ്. അനുകൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യം തീർച്ചയായിട്ടും കർമ്മമേഖലയിൽ ഉണ്ടാകും. സാമ്പത്തിക രംഗത്ത്, പ്രത്യേകിച്ചും ബാങ്കിങ്, ഫൈനാൻഷ്യൽ, മാർക്കറ്റിംഗ് തുടങ്ങിയ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ രീതിയിൽ സ്ഥാനക്കയറ്റങ്ങളും ശമ്പള വർധനവും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ശ്രമിക്കുന്നവർക്കും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തുലാക്കൂറുകാർക്ക് ഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഫർണിച്ചർ, വുഡ് വർക്കുകൾ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ആർക്കിടെക്ചർ, ഡിസൈനിങ് അങ്ങനെയുള്ള മേഖലകളിൽ ബിസിനസ് ചെയ്യുന്ന തുലാക്കൂറുകാർക്ക് വളരെ നല്ല ഒരു കാലഘട്ടം തന്നെയാണ്. സാമ്പത്തികമായിട്ട് അല്പം പ്രയാസങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികളോ നഷ്ടങ്ങളോ ഉണ്ടായേക്കാം. തീർച്ചയായും അതിനെ പ്രതിരോധിക്കാൻ നല്ല ഇൻഷുറൻസുകൾ, ഇൻവെസ്റ്റ്മെന്റുകൾ ബാക്കപ്പ് ആയിട്ട് ഉണ്ടാകുന്നത് വളരെ ഗുണം ചെയ്യും. വസ്തുക്കൾ വാങ്ങുവാൻ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. നിങ്ങൾക്ക് തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാം. വലിയ രീതിയിലുള്ള കടങ്ങൾ ഉണ്ടാക്കി വീട് കെട്ടുന്നതോ വസ്തുക്കൾ വാങ്ങുന്നതോ ഈ വർഷം തീർച്ചയായിട്ടും അനുകൂലമായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും നിങ്ങളുടെ വസ്തുക്കൾ വിൽക്കുവാനുണ്ടെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള ഫലത്തെ തരുന്നതാണ്. വാഹന വിഷയത്തിലും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ കടബാധ്യതകൾ ഉണ്ടാക്കി അത് വാങ്ങാതിരിക്കുന്നതാണ് ഈ വർഷം കൂടുതൽ നല്ലത്. കുടുംബത്തിൽ പൊതുവെ ഗുണപരമാണ് എങ്കിലും സന്താന സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രയാസങ്ങൾ, അവർ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിലൂടെയുള്ള വിഷമങ്ങൾ ഒക്കെ സംഭവിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. എങ്കിലും വിദേശവാസം അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല. പ്രണയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അത് തെറ്റായ രീതിയിൽ പോകാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ ഓരോ തുലാക്കൂറുകാരും എടുക്കേണ്ടതാണ്. ആരോഗ്യപരമായ വിഷയങ്ങളിൽ അല്പം ധനനഷ്ടം വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ആശുപത്രി ചികിത്സാ ചെലവുകൾ, അവിടെ കഴിയേണ്ടി വരുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ, തീർച്ചയായിട്ടും അതിനെ നിങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് അഭികാമ്യമായിരിക്കും. പൊതുവായി സന്താനം, കുടുംബം, അതുപോലെ ബിസിനസ് എന്നിവയിൽ അല്പം ചില പ്രയാസങ്ങൾ തുലാക്കൂറുകാർ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും സാമ്പത്തികം, ജോലി, പഠനം എന്നിവയിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് തുലാക്കൂറുകാർക്ക് കാണുന്നത്. പരിഹാരമായിട്ട് ശാസ്താവിനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അവിടെ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യാം. നാഗത്തിന് 100 പാലും സമർപ്പിക്കാം. അതുപോലെ തന്നെ നിത്യേന ജപം, ധ്യാനം എന്നിവ ശീലിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. എല്ലാവർക്കും നല്ല ഒരു 1202 വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.